നമസ്കാരം. ഇന്ന് വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരു പക്ഷിയാണ് കാക്ക. അതിനെപ്പറ്റി ചില വിവരങ്ങൾ, വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. 147 സങ്കീർത്തനത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തൻ്റെ സൃഷ്ടികളെയെല്ലാം സൃഷ്ടാവായ ദൈവം ശ്രദ്ധയോടെ കാത്തു പരിപാലിക്കുന്നു എന്നതിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ് സങ്കീർത്തനത്തിൽ കൊടുത്തിരിക്കുന്ന ഈ വാക്യം. കാക്കക്കുഞ്ഞുങ്ങൾ ഇര കിട്ടാതെ ഉഴന്ന് ദൈവത്തോടെ നിലവിളിക്കുമ്പോൾ അതിനു തീനെത്തിച്ചു കൊടുക്കുന്നു ആര്? യോബിൻ്റെ പുസ്തകത്തിൽ 38 അധ്യായം 41 വാക്യത്തിൽ ഈ ചോദ്യമുണ്ട്. അതും ഇതേ ആശയമാണ് വ്യക്തമാക്കുന്നത്. തൻ്റെ സൃഷ്ടികളെയെല്ലാം സൃഷ്ടാവായ ദൈവം ശ്രദ്ധയോടെ കാത്തു പരിപാലിക്കുന്നു എന്ന ദൃഷ്ടാന്തം. കാക്കയെ നോക്കുവിൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിന് പണ്ടികശാലകളും കളപ്പുരയുമില്ല, എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12 അധ്യായം 24 വാക്യത്തിൽ നമ്മെ ഇത് പഠിപ്പിക്കുന്നു. ഈ ആശയം പഠിപ്പിക്കുന്നത് യേശുവാണ്. യേശു ശിഷ്യന്മാരോടും ജനതയോടും വ്യക്തമാക്കുകയാണ്. ദൈവം കാക്കയെ കരുതുന്നത് പഠിപ്പിക്കുന്ന വേദപുസ്തകം കാക്കയെ ഉപയോഗിച്ച് ദൈവം മനുഷ്യനെയും കരുതുന്നു എന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇസ്രായേലിലെ രാജാവായ ആഹാബിനെ വിമർശിച്ച ഏലിയാവ് ഭയന്ന മരുഭൂമിയിൽ അഭയം തേടിയപ്പോൾ ദൈവം ആശ്വസിപ്പിച്ചത്, അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ് 17 അധ്യായത്തിലാണ് ഇത് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്രകാരം കാക്ക അവന് രാവിലെയും വൈകുന്നേരത്തും അപ്പവും ഇറച്ചിയും കൊടുത്തു. അതുപോലെ തന്നെ ഉത്തമഗീതത്തിൽ പ്രണയിനി തൻ്റെ കാന്തൻ്റെ തലമുടിയെ വർണ്ണിച്ചിരിക്കുന്നത് അവൻ്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തുമിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാക്കയെക്കുറിച്ചുള്ള മിക്ക പരാമർശങ്ങളും വിശുദ്ധ ബൈബിളിൽ ഒരു ദൃഷ്ടാന്തമെന്ന തരത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇംഗ്ലീഷ് പരിഭാഷയിൽ കാക്കയ്ക്ക് പറഞ്ഞിരിക്കുന്ന പദം റാവൻ എന്നാണ്. തിളങ്ങുന്ന കടും കറുപ്പ് തൂവലും 26 ഇഞ്ച് നീളവുമുള്ള ഒരു പക്ഷിയാണ് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാക്ക. ഇന്ന് നമ്മുടെ നാട്ടിൽ സാധാരണ കാണപ്പെടുന്ന കാക്കയിൽ നിന്നും അല്പം വ്യത്യസ്തമാണ് ഈ പക്ഷി. കാക്ക എന്ന പദത്തിൻ്റെ ശാസ്ത്രീയ നാമം കോർവസ് കോറക്സ് എന്നാണ്. ഇത് കാക്ക എന്ന പക്ഷിയെപ്പറ്റി വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.